2026 സ്റ്റുഡൻസിന് തുടങ്ങാൻ പറ്റിയ 10 ബിസിനസ് ഐഡിയസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് 2026 മാക്സിമം 0 ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റിയ കുറച്ച് ബിസിനസ്സാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്തിട്ട് കാണാൻ നോക്കുക. ചാനൽ അതിൻ്റെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ബിസിനസ് മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം തീം പേജ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ തീം പേജസ് ഉണ്ട്. തീം പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു തീം പേജസ് ആണ്, ഉണ്ടല്ലേ? ഇതൊക്കെ ഒരു തരം തീം പേജസ് ആണ്. ഇതേപോലെ തീം പേജസ് കുറേ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഫേമസ് തീം പേജാണ് ബയോസം എന്ന് പറയുന്നത്. ഇതൊരു ഇംഗ്ലീഷ് തീം പേജാണ്. അപ്പോൾ ഇതൊക്കെ തീം പേജസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു ബിസിനസ് എന്ന് വെച്ചിട്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഒട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് തീം പേജസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യാം. തീം പേജിനെ പറ്റിയിട്ട് കമൻറ്റ് ഡൗൺ ബിലോ. രണ്ടാമത്തെ ബിസിനസ് മോഡലാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ടാവും. ഇത് നമ്മളുടെ ഇൻ്റർനാഷണലി ഉണ്ട്, അതേപോലെ ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യയിലെന്ന് വെച്ചാൽ നമ്മൾ ആമസോൺ ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ഉണ്ട്. ഇഷ്ടംപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റും. അതിനാണ് നമ്മുടെ തീം പേജ് ഉള്ളത്. നിങ്ങൾ നേരെ ആമസോൺ അഫിലിയേറ്റ്സ് പോയിട്ട് ലോഗിൻ ചെയ്തതിനു ശേഷം അതിനകത്ത് ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തുക. ആ പ്രൊഡക്റ്റ് നിങ്ങൾ അഫിലിയേറ്റിൽ നിങ്ങളെ ആക്കുക. പിന്നെ ആ ലിങ്ക് നിങ്ങളുടെ വീഡിയോയിലെ സ്റ്റോറിയിൽ പേസ്റ്റ് ചെയ്യുക. അതിനകത്ത് കിട്ടുന്ന ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫോൺ 10,000 റുപ്പീസ് ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് 500 റുപ്പീസോ 200 റുപ്പീസോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കമ്മീഷനായിട്ട്. കമ്മീഷൻ വളരെ കുറവായിരിക്കും. എല്ലാവരും 2026 2025 കേട്ടിട്ടുള്ള ബിസിനസ് ആയിരിക്കും ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് ഈസ് ദ ബെസ്റ്റ് ബിസിനസ് അതിനോ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇതിനൊരു ബാഡ് സൈഡും ഉണ്ട്, അതേപോലെ ഒരു ഗുഡ് സൈഡും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ബാഡ് സൈഡ് പറയാം. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിനകത്ത് എനിക്കൊന്ന് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ഇന്ത്യൻ വർക്കായില്ല. കാരണം എനിക്ക് അതിനകത്ത് നിന്ന് മാക്സിമം ഒരു 6,000 റുപ്പീസ് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മണി ലോസ് ആവും. വെറുതെ ഇപ്പോൾ നിങ്ങളുടെ ഒരു 5,000 അല്ലെങ്കിൽ 10,000 റുപ്പീസൊക്കെ ഉള്ളൂ നിങ്ങൾ അന്നത്തേക്ക് ഇറങ്ങണമെന്നേ ഉള്ളൂ. കാരണം അതിനൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം ഇതിന്. നിങ്ങൾക്ക് മന്ത്ലി ഒരു 30,000 റുപ്പീസ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം. കാരണം ആ ഒരു ബഡ്ജറ്റ് മതി നമുക്ക് ഓരോ മാസം കൂടിപ്പോയും. അതിന് ഷോപ്പിഫൈ ബിൽസ് ഉണ്ട്, അതേപോലെ തന്നെ അതിന് കസ്റ്റമർ ഡെലിവറി ചാർജ് ഉണ്ട്, അതേപോലെ ഷിപ്പിംഗ് ചാർജസ് ഉണ്ട്. ഷിപ്പിംഗ് ചാർജസ് ഒക്കെ ഇൻ്റർനാഷണലി ഹൈ റേറ്റ് ആണ്. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു ബാഡ് സൈഡ് അതാണ്. ഗുഡ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാർജിൻ നല്ലതായിരിക്കും. അത് ഇൻ്റർനാഷണലി ഇന്ത്യയിലും പ്രോഫിറ്റ് മാർജിൻ അത്യാവശ്യം ഉണ്ട്. പക്ഷേ RTO കയറുന്നുണ്ട്. ഇന്ത്യയിൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ നമുക്ക് പ്രോഫിറ്റ് മാർജിൻ കുറവാണ് പൊതുവെ. എന്നാൽ നല്ല രീതിയിൽ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് പറയുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, പക്ഷേ നിങ്ങൾക്കൊരു വലിയ എമൗണ്ട് എന്തെങ്കിലും ഇടേണ്ടി വരും. എമൗണ്ടും നല്ല രീതിയിൽ ടൈമും കളയേണ്ട വരും, നല്ല എഫോർട്ട് ഇടേണ്ടി വരും. നിങ്ങൾക്ക് അതുപോലെ മൈൻഡ് സെറ്റും വേണം. കാരണം ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റണം. അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റിസ്ക് നോക്കി നിങ്ങൾ എടുക്കുക. ഓക്കെ, നാലാമത്തെ ബിസിനസ് മോഡലാണ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയയിൽ വരുന്നൊരു സാധനമാണ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പല രീതിയിലും ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കോഴ്സായിട്ട് സെല്ല് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുഖക്കുരു മാറാനായിട്ടുള്ള എന്തെങ്കിലും ഒരു നോട്ട്സ് നിങ്ങൾ എഴുതി മുഖക്കുരു മാറാനായിട്ട് ഒരു 10 പേജ് PDF മതി ഞാൻ പറയണം. PDF ഒരു 10 പേജ് ഉണ്ടാക്കി. ആ ഒരു 10 പേജ് PDF നിങ്ങൾ നിങ്ങളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റായിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതൊരു 399 റുപ്പീസിനോ അല്ലെങ്കിൽ 499 റുപ്പീസിനോ നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം എഫോർട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് എഫോർട്ട് ഇടാൻ മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ടൈം മാത്രമേ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് 0 ആണ്. കാരണം നിങ്ങളുടെ അറിവ് വെച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു പ്രൊഡക്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. വേറൊരു സെല്ല് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ മാത്രമാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല രീതിയിൽ ഹയർ പ്രോഫിറ്റ് മാർജിൻ ആയിരിക്കും ഇതിന് വരുന്നത്. കാരണം നിങ്ങളുടെ ഒരു പ്രൈസാണ് അതിനുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 399 റുപ്പീസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 റുപ്പീസ് നിങ്ങളുടെ കയ്യിലിരിക്കും. കാരണം നിങ്ങൾക്ക് ആ ഒരു പൈസ വേറെ അങ്ങോട്ടോ അതിന് കമ്മീഷൻ ഫീ ആയിട്ടോ വേറെ കൊടുക്കേണ്ടി വരുന്നില്ല. അത് നിങ്ങളുടെ തന്നെ പ്രൊഡക്റ്റാണ്. ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ ഒരു ബിസിനസ് മോഡലാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ് ഡിസൈനിങ് ഉണ്ട്, അതേപോലെ തന്നെ അതിനകത്ത് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് ഫ്രീലാൻസിങ്ങിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് വെച്ചാൽ ഫ്രീലാൻസിനെ കുറിച്ച് എനിക്ക് കൂടുതൽ
പറയാനായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് വർക്ക് മാനേജർ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തിട്ട് കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബായിട്ടും അവിടെ ലഭിക്കുന്നതായിരിക്കും. തോന്നുന്നു ആ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ജോബ്സ് അവർ അപ്ലൈ ചെയ്ത് തരുമായിരിക്കും. അപ്പോൾ ഫ്രീലാൻസിങ്ങിൻ്റെ അതാണ്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം, നല്ല രീതിയിൽ നല്ല ഏണിങ്സ് ഉണ്ടാക്കാം. നല്ല രീതിയിൽ വെച്ചാൽ ഒരു മന്ത്ലി എനിക്ക് തോന്നുന്നു 1 to 2 lakhs ഉണ്ടാക്കാൻ തോന്നുന്നു. ഇത് നല്ല രീതിയിൽ എമൗണ്ട്സ് കിട്ടുന്നതായിരിക്കും, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് മോഡലാണ് ഫ്രീലാൻസിങ്. 6ാമത്തെ ബിസിനസ് മോഡലാണ് ട്യൂഷൻ എന്ന് പറയുന്നത്. ട്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോൾ പലരും എടുക്കുന്നുണ്ടാവും. ട്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ബിസിനസ്സാണ്. ടൈം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കോളേജിൽ പോകുന്ന ഒരാളാണെങ്കിൽ, സ്കൂളിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് ടൈമിൽ ട്യൂഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മോർണിംഗും ഈവനിങ് ആണ് ട്യൂഷൻ്റെ ടൈം വരും. നിങ്ങൾക്ക് അതിനകത്ത് നല്ലൊരു ഫീസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ട്യൂഷനെ കുറിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത്. പേഴ്സണൽ കോച്ചിങ്ങും ഉണ്ട് അതിനകത്ത്. പേഴ്സണലായിട്ട് ട്യൂഷൻ എടുത്തതൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് ഇമ്പ്രൂവ് ആയിട്ട് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് പ്ലസ് നിങ്ങളുടെ ഇൻകം കൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ കോച്ചിങ് കൊടുക്കാം, അതേപോലെ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും. 7ാമത്തെ ബിസിനസ് മോഡലാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഫോൺ കേസിൽ പ്രിൻറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഷർട്ട്സിൽ പ്രിൻറ്റ് ചെയ്യാം. ഷർട്ട്സ് മീൻസ് ടീഷർട്ട്സ് ആണ് കേട്ടോ, ടീഷർട്ട്സിൽ പ്രിൻറ്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഹുഡീസിൽ പ്രിൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ സ്റ്റോക്കൊന്നും വേണ്ട ആവശ്യമില്ല. അതിനൊരു വാല്യൂ, അതിന് നിങ്ങളൊരു പ്രൈസ് ഇടുന്നു, ആ ഷർട്ടിൻ്റെ പ്രിൻറ്റും ആ ഷർട്ടിൻ്റെ വിലയും കൂടെ കൂടിയിട്ട് നിങ്ങൾ പ്രൈസ് ഇടുന്നു, ആ ഷർട്ട് നിങ്ങൾ സെയിൽ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ എനിക്കൊന്നും ആ മെഷീൻ അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നു തോന്നുന്നു. പക്ഷേ 2026 നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ബിസിനസ്സാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ്. കാരണം നമുക്ക് കുറച്ച് എമൗണ്ട് നിങ്ങൾ ഇടേണ്ട വരും ഫസ്റ്റ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻറ്റ് ചെയ്യുക, സെയിൽ ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക, സെയിൽ ചെയ്യുക. വേറെ പണിയൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. ഡെലിവറി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേറെ ഹൗസ് സ്റ്റോക്ക് ചെയ്ത് വെക്കണോ, അല്ലെങ്കിൽ സ്റ്റോക്സ് എടുത്ത് വെക്കാനൊന്നും ആവശ്യമില്ല. കാരണം പ്രിൻ്റ് ചെയ്തൊന്നും കൊടുക്കുന്നു, നിങ്ങൾക്ക് വേറെ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് നല്ലൊരു ബിസിനസ്സാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ്. 8ാമത്തെ ബിസിനസ് മോഡൽ എന്താ വെച്ചാൽ മൊബൈൽ സർവീസിങ് ആണ്. നിങ്ങൾക്ക് മൊബൈൽ സർവീസിങ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പോവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഷോപ്പായിട്ട് തുടങ്ങുകയും ചെയ്യാം. ആൻഡ്രോയിഡിൻ്റെ ആണ് ആൻഡ്രോയിഡിൻ്റെ, iOS-ൻ്റെ ആണ് iOS-ൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ഇപ്പോൾ നല്ലൊരു ബിസിനസ് മോഡലാണ് ഈ 2026. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, 9ാമത്തെ ബിസിനസ്സാണ് ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ കേട്ടിട്ടുണ്ടാവും, ധ്യാനം. ഓക്കെ, ആൾക്കാരുടെ ഇടയിൽ പലരും മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു മെഡിറ്റേഷൻ ഓഡിയോസ് ഹെൽപ്ഫുൾ ആവും. ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഗൈഡ് ചെയ്ത് അതിനകത്ത് നിങ്ങളുടെ വോയിസ് ഓവർ വെച്ചിട്ടുള്ളത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടുള്ള ഒരു ഓഡിയോ, നല്ലൊരു ഓഡിയോ. ഓക്കെ, നല്ലൊരു ഓഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം അത് എഡിറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു ഓഡിയോ അല്ലെങ്കിൽ അതൊരു വീഡിയോ രൂപമാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. യൂട്യൂബിൽ നിങ്ങൾക്ക് മണി കിട്ടും. ആ ഒരു ഓഡിയോ സെല് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മണി കിട്ടും. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓഡിയോ ഒന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടിൽ എന്താത്തൊരു ഇൻകം വരുന്നുണ്ട്. നല്ലൊരു ബിസിനസ്സാണ് ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ചിലർക്ക് ചെയ്യാൻ പറ്റും, ചിലർക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, 10ാമത്തെ ഒരു ബിസിനസ് മോഡലാണ് യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഷോർട്സ് ചാനൽ ഉണ്ടാക്കുക, എന്നിട്ട് ആ ഷോർട്സ് ചാനൽ നിങ്ങൾ ഒരു ഡെയിലി ഒരു 6 വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഈ ഷോർട്സ് ചാനൽ നിങ്ങൾക്ക് പലതും ആവാം. നിങ്ങൾക്ക് മോട്ടിവേഷൻ ടിപ്സ് ആവാം, അതല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഷോർട്സ് ഇടുമ്പോൾ ഫുൾ AI മേക്കിടോ, അല്ലെങ്കിൽ നിങ്ങളുടെ എഫോർട്ട് ഇടാണ്ട് AI വെച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഫുള്ളാണെങ്കിൽ ഒരിക്കലും യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യില്ല മോണിറ്റൈസേഷന് വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല, വെറുതെ ചുമ്മാ റീച്ച് കിട്ടി ഫേമസ് ആവുന്നുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് അതിനകത്ത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കേണ്ട. അതുകൊണ്ട് ഫുള്ളി AI ഓർഗനൈസ്ഡ് വീഡിയോ ആണെങ്കിൽ ഒരിക്കലും മോണിറ്റൈസേഷൻ ആവില്ല. നമുക്ക് നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫേസ് ഉണ്ടായിരിക്കണം. വീഡിയോസാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡെയിലി ഒരു 6 വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്കത് എന്ത് നീഷസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഈ ടൈമിൽ മോട്ടിവേഷൻ വീഡിയോസ് നല്ലതായിരിക്കും. അതേപോലെ തന്നെ സോങ്സ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചെയ്യുന്ന ഷോർട്സ് ഉണ്ടാവും, അതൊക്കെ നല്ലതായിരിക്കും. പിന്നെ എഡിറ്റിംഗ് വർക്ക് അറിയാവുന്നവർക്കൊക്കെ എഡിറ്റിംഗ് ചെയ്യാവുന്നതായിരിക്കും, നല്ലതായിരിക്കും. ബെറ്റർ ഓപ്ഷനാണ് യൂട്യൂബ്. നിങ്ങൾക്ക് ഏത് കണ്ടന്റാണോ ഇഷ്ടം ആ ഒരു കണ്ടന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക, പിന്നെ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുക, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഷോർട്സ് ചാനലാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ലോങ് വീഡിയോ ആയിട്ടല്ല. ടൈം വേണ്ടി വരും, കാരണം അത് ലോങ് ആണല്ലോ. അപ്പോൾ അത്രയും ടൈം നിങ്ങൾക്ക് എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഷോർട്സ് ചാനൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ബെറ്ററായിട്ട് ആൾക്കാർ കൂടുതൽ കാണും, സ്ക്രോൾ ചെയ്യുമ്പോൾ ആൾക്കാർ കൂടുതൽ നിങ്ങളുടെ വീഡിയോസ് കാണാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് ഷോർട്സ് ചാനലൊരു ബെറ്റർ ഓപ്ഷനാണ് 2026 ബെസ്റ്റ് ബിസിനസ് മോഡൽസ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 10 ബിസിനസ് മോഡൽസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം.
നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആവില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോസ് മിസ്സാവില്ല. പിന്നെ നിങ്ങൾക്ക് തീം പേഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യാൻ ഞാൻ അതിനെപ്പറ്റി വേറെ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.